ആ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല. രാത്രി കണ്ണു കൂട്ടിയടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ. ഏറ്റുമാനൂർ SHO അൻസുൽ അബ്ദുൾ ഫേസ്ബുക്കിലിട്ട കുറിപ്പ് അങ്ങേയറ്റം വൈകാരികമാണ്. ഏറ്റുമാനൂർ സ്റ്റേഷനിൽ ഓരോ ദിവസവും എത്തുന്ന കേസുകളെക്കുറിച്ചും പരാതികളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ വർഷം ഇതുവരെ സ്റ്റേഷനിലെത്തിയത് 700ഓളം പരാതികൾ, അതിൽ 500-നടുത്ത് കുടുംബ പ്രശ്നങ്ങൾ. ഇത് ഏറ്റുമാനൂരിലെ മാത്രം കണക്കാണെങ്കിൽ കേരളത്തിലെ ആകെ കേസുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സമൂഹത്തിനും കുടുംബങ്ങൾക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്. കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ ഒരു പകർച്ചവ്യാധി പോലെ പടരുന്ന കാഴ്ച. ഏറ്റുമാനൂരിലെ ജിസ്മോൾക്കും കരുനാഗപ്പള്ളിയിലെ താരയ്ക്കും പിന്നാലെ കൊട്ടാരക്കരയിൽ നിന്ന് മറ്റൊരു ദുരന്ത വാർത്തയാണ് കേട്ടത്. അവിടെ ജീവനൊടുക്കിയ ശരണ്യ 2ഉം 5ഉം വയസ്സ് പ്രായമുള്ള മക്കളെ എന്തായാലും കുരുതി കൊടുക്കാത്തത് ആശ്വാസം. പക്ഷേ കൊട്ടാരക്കരയിലെ യുവതിയുടെ ആത്മഹത്യയും പരിശോധിക്കേണ്ടതാണ്. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. വീടിന് പുറത്ത് 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലവിളി ശബ്ദം. നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴേക്കും അവരുടെ അമ്മ മുറിക്കുള്ളിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കൊല്ലം കൊട്ടാരക്കരയിലെ ശരണ്യമോൾ എന്തിനായിരിക്കും ആ കുരുന്നുകളെ തനിച്ചാക്കി ഈ കടുങ്കൈ ചെയ്തത്? കൊട്ടാരക്കര നെടുവത്തൂരിലെ 26-കാരി വിദേശത്തുള്ള ഭർത്താവ് അനീഷ് കുമാറിന് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച ശേഷമാണ് ജീവനൊടുക്കിയത്. മരണത്തിൽ മറ്റാർക്കും പങ്കില്ല എന്നെഴുതിയ കുറിപ്പും പോലീസ് ഇവരുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. യുവതിയെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ? സംഭവത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? പോലീസ് വിശദമായി അന്വേഷിക്കണം. മൂന്നും 6ഉം വയസ്സുള്ള 2 മക്കളെ മുറിക്ക് പുറത്താക്കി വാതിലടച്ചതിനു ശേഷമാണ് ശരണ്യ സാരിത്തുമ്പിൽ കെട്ടിത്തൂങ്ങിയത്. കുട്ടികളുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ വാതിൽ ചവിട്ടി തുറന്നു നോക്കിയപ്പോൾ ഉത്തരത്തിൽ സാരിയിൽ തൂങ്ങിയ നിലയിൽ ശരണ്യയെ കണ്ടു. ജീവന്റെ നേരിയ തുടുപ്പുണ്ടായിരുന്ന ശരണ്യയെ ഉടൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഈ പെൺകുട്ടി 2 കുഞ്ഞുങ്ങളോട് നമുക്ക് കൊട്ടാരക്കര പോകണം, ചുരിദാർ ഞാനൊന്ന് എടുത്തിട്ടെ എന്ന് പറഞ്ഞ് മുറിയിലോട്ട് കയറി കതവ് അടച്ചു. പിന്നീട് കതവ് തുറക്കത്തില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾ കിടന്ന് വാവിട്ട് കരയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ തൊട്ടടുത്തുള്ള അംഗൻവാടി തൊട്ടടുത്തുണ്ട്. അംഗൻവാടിയിലെയും തൊട്ടടുത്തുള്ള ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളും എല്ലാം കൂടെ ഓടിച്ചെന്ന് കതവ് തുറന്നപ്പോഴാണ് ഈ വീടിൻ്റെ ഉത്തരത്തിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. ശരണ്യയുടെ ഭർത്താവ് അനീഷ് കുമാർ വിദേശത്താണ്. എന്റെ മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദിയെന്ന് അനീഷ് കുമാറിന് എഴുതിയ ആത്മഹത്യക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. ഇഞ്ചക്കാട്ടെ ഭർത്തൃവീട്ടിൽ താമസിച്ചു വരുന്ന ശരണ്യ 2 ദിവസം മുൻപാണ് കുടുംബ വീടായ നെടുവത്തൂരിൽ എത്തിയത്. ആത്മഹത്യയുടെ കാരണം പോലീസ് അന്വേഷിച്ചു വരികയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് 18 കൊട്ടാരക്കര. ഇങ്ങനെ കണ്ണീരും ദുരിതവും നിറഞ്ഞ ജീവിതം മടുത്തു. ഞാൻ മക്കളെയും കൂട്ടി ജീവനൊടുക്കാൻ പോകുകയാണ്. കോട്ടയം ഏറ്റുമാനൂർ പള്ളിക്കുന്നിലെ ജിസ്മോളുടെ അവസാന വാക്കുകളായിരുന്നു ഇത്. വിദേശത്തുള്ള സ്വന്തം പിതാവിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞ ശേഷമാണ് അഭിഭാഷകയായ യുവതി മക്കളെയും കൂട്ടി പുഴയിൽ ചാടിയത്. അതിനു മുൻപ് ജിസ്മോൾ പലതവണ ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. ജിസ്മോളുടെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ട്. മക്കൾ 2 പേരുടെയും ഉള്ളിൽ അണുനാശിനിയുടെ അംശവും കണ്ടെത്തി. മരണകാരണം ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പിതാവും സഹോദരനും വിദേശത്ത് നിന്ന് എത്തിയ ശേഷം പരാതി സ്വീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. LLM ബിരുദധാരി, ഹൈക്കോടതിയിൽ അഭിഭാഷക, മുത്തോലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബാംഗം. അഡ്വക്കേറ്റ് ജിസ്മോളുടെ പശ്ചാത്തലം ഇങ്ങനെയാണ്. പിന്നെ എന്തിനാണ് അവർ 2 പിഞ്ചുകുട്ടികളുമായി മീനച്ചിലാറ്റിൽ ജീവനൊടുക്കിയത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടുകയാണ് പോലീസ്. ചൊവ്വാഴ്ച പലതവണ ജിസ്മോൾ ആത്മഹത്യാശ്രമം നടത്തിയതിന്റെ സൂചനകൾ പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ ലഭിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടും ഇത് ശരിവെക്കുന്നു. കോട്ടയം RDOയുടെ നേതൃത്വത്തിൽ വിശദമായ ഇൻക്വസ്റ്റിന് ശേഷമാണ് ജിസ്മോളുടെയും മക്കളായ നേഹയുടെയും നോറയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്.
4.5 മണിക്കൂറോളം നീണ്ടു നിന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടി. 3 പേരുടെയും ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണ് മരണകാരണം. ജിസ്മോളുടെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞ നിലയിലായിരുന്നു. നടുവിന് മുകളിലും മുറിവേറ്റിട്ടുണ്ട്. കുട്ടികളുടെ ശരീരത്തിൽ അണുനാശിനിയുടെ അംശം കണ്ടെത്തി. ആറ്റിൽ ചാടുന്നതിന് മുമ്പ് ജിസ്മോൾ മക്കൾക്ക് അണുനാശിനി കൊടുത്തിരുന്നതായാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് പോലീസ് അന്വേഷണം. ജിസ്മോളും കുട്ടികളും ഗാർഹിക പീഡനം നേരിട്ടിരുന്നതായി അടുത്ത ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. യുവതിയുടെ പിതാവും സഹോദരനും വിദേശത്തു നിന്നും എത്തിയ ശേഷം മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം ഏറ്റവും മിടുക്കിയായ സഹപ്രവർത്തക ആത്മഹത്യ ചെയ്തതിന്റെ ഞെട്ടലിലാണ് മുത്തോലി പഞ്ചായത്തിലെ അംഗങ്ങൾ. വിശ്വസിക്കാനാകാത്ത വിയോഗമെന്നാണ് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുമെല്ലാം പറയുന്നത്. പഞ്ചായത്തിലാണെങ്കിലും അല്ലാതെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും നല്ലൊരു സൗഹൃദമുള്ള ഒരു പെൺകൊച്ചായിരുന്നു. അതിൻ്റെ കാരണങ്ങൾ അവർ മാനസികമായിട്ട് അവൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കും. അത് ആരുമായിട്ട് ഷെയർ ചെയ്തതായിട്ട് ആരും പറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനെ അതുപോലെ ഉലച്ച എന്തെങ്കിലും സംഭവം ഈ അടുത്തൊരു സമയത്ത് ഉണ്ടായിട്ടുണ്ടാവാം. സ്വകാര്യ ബസ് ഉടമയും കാരിത്താസ് ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമാണ് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മി. ജിമ്മിയോടും ചില ബന്ധുക്കളോടും പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന് കിട്ടിയ പ്രാഥമിക വിവരം. പക്ഷേ പെട്ടെന്ന് കൂട്ടാത്മഹത്യയിലേക്ക് നയിക്കാനുള്ള പ്രകോപനം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ജിമ്മിയുടെ അമ്മയുടെ ചികിത്സയ്ക്കായി വീട്ടിലുള്ളവർ ആശുപത്രിയിൽ പോയിരുന്നപ്പോഴാണ് ദാരുണ സംഭവം ഉണ്ടായത്. ജിസ്മോളുടെ ഭർത്താവിനെതിരെ കാര്യമായ പരാതിയൊന്നുമില്ലെങ്കിലും കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കെതിരെ ഗാർഹിക പീഡനമടക്കമുള്ള പരാതികൾ ഉയർന്നു വരുമെന്നാണ് സൂചന. ന്യൂസ് 18 കോട്ടയം. ജിസ്മോളും കുഞ്ഞുങ്ങളും ജീവനൊടുക്കിയ സംഭവത്തിന് പിന്നാലെ കേരളം ഏറെ ചർച്ച ചെയ്തത് ഏറ്റുമാനൂർ SHO അൻസൽ അബ്ദുള്ളിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഈ വർഷം ജനുവരി 1 മുതൽ മാർച്ച് 30 വരെ 700 പരാതികളാണ് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ മാത്രം വന്നിട്ടുള്ളത്. അതിൽ 500-നടുത്ത് കുടുംബ പ്രശ്നങ്ങൾ. ഈ പരാതികളിൽ പോലീസിൻ്റെ ഇടപെടലുണ്ടാകാറുണ്ട്. നിരവധി ആത്മഹത്യകൾ തടഞ്ഞിട്ടുണ്ട്. എന്നാൽ 2 മാസം മുൻപ് ചിതറിത്തെറിച്ച ഷൈനിയുടെയും 2 കുഞ്ഞുങ്ങളുടെയും ശരീരങ്ങൾ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ എൻ്റെ മക്കളുടെ മുഖമാണ് മനസ്സിൽ വന്നത്. ഒരു തവണയെങ്കിലും ഷൈനിയും മക്കളും ഞങ്ങളെ കണ്ടിരുന്നുവെങ്കിലെന്ന് വെറുതെ ആഗ്രഹിച്ചു പോയ നിമിഷങ്ങളുണ്ട്. പിന്നാലെ ഏറ്റുമാനൂരും തന്നെ വീണ്ടും സമാന സംഭവം. ആ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ നിന്നും പോകുന്നില്ല. കഴിഞ്ഞ രാത്രി കണ്ണു കൂട്ടിയടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഫേസ്ബുക്കിലെ വൈകാരിക കുറിപ്പിന് പിന്നാലെ ആ അനുഭവങ്ങൾ ന്യൂസ് 18നോടും SHO അൻസൽ പങ്കുവച്ചു. ഷൈനിയുടെ ആത്മഹത്യ, അതിന് പിന്നാലെ ഇപ്പോൾ ജിസ്മോളുടെ ആത്മഹത്യ, അതും കുട്ടികളുമായി ആത്മഹത്യ ചെയ്യുന്നു. അതിനിടെയാണ് ഏറ്റുമാനൂർ SHO അൻസിൽ അദ്ദേഹം വൈകാരികമായൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, പോലീസിൻ്റെ നിസ്സഹായാവസ്ഥ, ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടി വരുന്ന നിസ്സഹായാവസ്ഥ, പോലീസ് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അതിജീവിച്ചും ഈ മനുഷ്യരൊക്കെ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ അടുക്കൽ ഒരു കുടുംബ പ്രശ്നം അല്ലെങ്കിൽ അതുപോലെ ഒരു മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരുവാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും. ഇതുപോലെ ഇന്നലെ മരണപ്പെട്ട ലേഡിയും അതുപോലെ തന്നെ ഷൈനി, ഇത്തരത്തിലുള്ള ആ ലേഡീസൊന്നും നമ്മുടെ സ്റ്റേഷനിൽ പരാതിയായിട്ട് നാളെ ഇതുവരെ എത്തിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് ഇവിടെ 9 മാസമായി. 9 മാസത്തോളം എനിക്ക് തോന്നുന്നത് ഒരു 2500ഓളം പരാതികളാണ് ഇവിടെ വന്നേക്കുന്നത്. അതിൻ്റെ അകത്ത് കൂടുതലും കുടുംബ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. കുടുംബനാഥന്മാർ, അത് പ്രശ്നം ഉണ്ടാക്കുന്ന ആണുങ്ങളെ ഇല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ആണുങ്ങളെ വളരെ കൃത്യമായിട്ട് പോലീസ് മോണിറ്റർ ചെയ്ത് ഇവിടെ ബുക്ക് വെച്ച് ഒപ്പിടിക്കുകയും, ബുക്കെല്ലാം അതിൻ്റെയാണ്, ഇത് ഓരോരുത്തർ വന്ന് ഒപ്പിടുന്നതാണ്. എല്ലാവരും വന്ന് ഓരോ ഒപ്പിടിയിൽ ഇങ്ങനെ തുടങ്ങിയുണ്ട്. അവരിവിടെ മദ്യപിക്കാതെ വന്ന് ഒപ്പിടണം. മദ്യപിക്കാതെ വന്ന് ഒപ്പിട്ട് നമ്മുടെ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ ലേഡി ഇവിടുന്ന് പരാതിയായിട്ട് വന്ന ലേഡീസിന് നമ്മളിവിടുത്തെ WSIയുടെ WPCയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലേഡി പറയണം, എൻ്റെ ചേട്ടൻ ഇല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഉപദ്രവങ്ങളെല്ലാം നിർത്തി, യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നവരും വരെ ഇവിടെ ഒപ്പിടിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സൂയിസൈഡുകൾ
കുറയുന്നുണ്ട്. ഞങ്ങളുടെ അടുക്കൽ വരുന്ന പരാതികളൊന്നും സൂയിസൈഡായിട്ടാണ്. ഈ 2 സംഭവം ഉണ്ടാകുന്നത് പോലീസിന്റെ മുന്നിൽ എത്തിയിരുന്നെങ്കിൽ ഇവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താവുന്നതാണ്. തീർച്ചയായിട്ടും അത് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൊല്യൂഷൻ അതിന് കണ്ടെത്തിയേനെ എന്ന് ഉറപ്പുണ്ടായില്ല. പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് ഒരു മനുഷ്യൻ എന്ന ഒരു വികാരമുണ്ട്, ഒരു അച്ഛൻ എന്നൊരു വികാരമുണ്ട്. ഷൈനിയുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ബോഡി അവിടെ ഇൻക്വസ്റ്റ് ടേബിളിൽ കിടത്തുമ്പോഴത്തേക്ക് നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിങ്ങിൻ്റെ പുറത്താണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ഏത് സർക്കാർ ഓഫീസിൽ പോകുന്ന പോലെയും പോലീസ് സ്റ്റേഷനിൽ വരാം, ന്യായമായിട്ടുള്ള എന്ത് കാര്യങ്ങളും നിയമപരമായിട്ടുള്ള എന്ത് കാര്യങ്ങളും ഞങ്ങൾ സാധിച്ചു തരും. ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ട്. നിങ്ങളൊന്ന് പരാതിപ്പെടുക, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയുക എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ജി ശ്രീജിത്ത്, ന്യൂസ് 8. അച്ഛൻ വിദേശത്ത് നിന്ന് വരുമ്പോൾ മിഠായിയും കളിപ്പാട്ടവും പുതിയ ഉടുപ്പുമൊക്കെ കൊണ്ടുവരുന്നതും കാത്തിരുന്ന അനാമികയും ആത്മികയും ഒരു നാടിൻ്റെ നൊമ്പരമാണിപ്പോൾ. അമ്മയുടെ ഒരു നിമിഷത്തെ അവിവേകം 1.5-യും 6-ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളാണ് എരിഞ്ഞില്ലാതാക്കിയത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ മക്കളെ ഒപ്പം നിർത്തി യുവതി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത് സ്വത്ത് തർക്കത്തെ തുടർന്നെന്നാണ് വിവരം. പോലീസിന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഭർത്താവിൻ്റെ കുടുംബ ഓഹരി പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത കരുനാഗപ്പള്ളി പോലീസ് ബന്ധുക്കളുടെ മൊഴി വിശദമായി ശേഖരിച്ചു. മുപ്പത്തിയഞ്ച് വയസ്സുള്ള താര, മകൾ 6 വയസ്സുകാരി അനാമിക, 1.5 വയസ്സുള്ള ആത്മിക എന്നിവരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കുട്ടികളെ ഒപ്പം നിർത്തി താര മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. കുടുംബത്തിലെ സ്വത്തുതർക്കമാണ് ആത്മഹത്യക്ക് കാരണം എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. താരയുടെ ഭർത്താവ് ഗിരീഷ് ആനന്ദൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ചൊവ്വാഴ്ച രാത്രിയിൽ ഇയാൾ നാട്ടിലെത്തുമെന്ന് അറിയിച്ചിരുന്നു. ഇതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു കൂട്ട ആത്മഹത്യ. താരയും ഭർത്താവിന്റെ വീട്ടുകാരുമായി സ്വത്തുതർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതിൽ കരുനാഗപ്പള്ളി പോലീസ് ഇടപെടുകയും ഭർത്താവ് നാട്ടിലെത്തിയ ശേഷം കാര്യങ്ങൾ പരിഹരിക്കാം എന്ന് അറിയിക്കുകയും ചെയ്തതാണ്. ഇതിനു പിന്നാലെയാണ് താര മക്കളെയും കൂട്ടി ജീവനൊടുക്കിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ സംസ്കരിച്ചു. സംഭവത്തിൽ ബന്ധുക്കളുടെ മൊഴി വിശദമായി ശേഖരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കരുനാഗപ്പള്ളി പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. അയൽവാസികൾ തമ്മിൽ തർക്കമോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അത് രമ്യമായി സംസാരിച്ച് തീർക്കുന്നതല്ലേ നല്ലത്. അയൽക്കാർ തമ്മിലുള്ള പക അനിഷ്ട സംഭവങ്ങൾക്ക് വരെയും കാരണമാകാം. ആലപ്പുഴ അരൂക്കുറ്റിയിൽ ഒരു വീട്ടമ്മയുടെ ജീവനെടുത്തത് നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിലാണ്. നാട്ടിലെ 2 വീട്ടുകാർ തമ്മിൽ നാളുകളായി നിലനിന്നിരുന്ന തർക്കത്തിനൊടുവിലാണ് അരൂക്കുറ്റി സ്വദേശിനി വനജയെ കൊലപ്പെടുത്തിയത്. അയൽവാസികളായ വിജേഷും സഹോദരൻ അജീഷും ചേർന്ന് വീട്ടമ്മയെ ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. കേസിൽ 2 പേരും പിടിയിലായിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി 10:30-ഓടെയാണ് സംഭവം. അരൂക്കുറ്റി സ്വദേശികളായ വിജേഷിന്റെയും ജയേഷിന്റെയും അമ്മയെ വനജയുടെ മകൻ ശരത്ത് കളിയാക്കിയെന്നാരോപിച്ചാണ് തർക്കത്തിന്റെ തുടക്കം. ഇത് ചോദ്യം ചെയ്യാൻ വനജയുടെ വീട്ടിലെത്തിയ ജയേഷും വിജേഷും മകൻ ശരത്തിനെയും ഭർത്താവ് ശരവണിനെയും ക്രൂരമായി മർദ്ദിച്ചു. തടയാനെത്തിയപ്പോഴാണ് വനജയ്ക്ക് തലയ്ക്കടി കിട്ടിയത്. ചുറ്റിക കൊണ്ട് തലയുടെ പിൻഭാഗത്തടിയേറ്റ വനജയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പുലർച്ചെയോടെ മരിച്ചു. ആക്രമണത്തിൽ വനജയുടെ ഭർത്താവ് ശരവണിന് നെഞ്ചിലും മകൻ ശരത്തിന് ദേഹമാസകലവും പരിക്കേറ്റിരുന്നു. സംഭവശേഷം ഒളിവിൽ പോയ വിജേഷും ജയേഷും പിന്നീട് പൂച്ചാക്കൽ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയത്. മൂന്ന് വീടുകളുടെ വ്യത്യാസത്തിൽ മാത്രം താമസിക്കുന്ന ഇരു കുടുംബങ്ങളും തമ്മിൽ നിരന്തരം പ്രശ്നമാണെന്ന് അയൽവാസികളും സ്ഥിരീകരിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിലുണ്ടായ വഴക്കിനെ തുടർന്ന് ഇരു കൂട്ടരുടെയും പരാതിയിൽ പൂച്ചാക്കൽ പോലീസ് കേസെടുത്തിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ.
പ്രണയം നടിച്ചുള്ള പീഡനത്തിന് ഇരകളായ ഒട്ടേറെ പെൺകുട്ടികളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇത്തരം കേസുകളിൽ പ്രതികൾ പിടിയിലാകാറുണ്ടെങ്കിലും ഇരകൾക്ക് നീതി ലഭിക്കാറുണ്ടോ? ഇങ്ങനെ പെൺകുട്ടികളെ ലൈംഗികമായി വേട്ടയാടുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് പാലക്കാട് പട്ടാമ്പിയിലെ ഒരു കേസിൻ്റെ വിധി. പെൺകുട്ടിയെ പീഡിപ്പിക്കാനും കൊലപ്പെടുത്താനും ശ്രമിച്ച കേസിൽ യുവാവിന് 10 വർഷം കഠിന തടവാണ് ശിക്ഷ. തിരുവിഴാംകുന്ന് സ്വദേശി മുഹമ്മദ് ജംഷീർ 1.25 ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് കോടതിയുടെ ഉത്തരവിൽ. 2022 മണ്ണാർക്കാടാണ് കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടിയോട് പ്രണയം നടിക്കുകയും ലൈംഗിക ഉദ്ദേശത്തോടെ വീട്ടിൽ അതിക്രമിച്ചു കയറി കിടപ്പുമുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ചെറുത്ത പെൺകുട്ടിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് കേസ്. പ്രതി തിരുവിഴാംകുന്ന് സ്വദേശി 23 വയസ്സുകാരൻ മുഹമ്മദ് ജംഷീറിനെ വിവിധ വകുപ്പുകളിലായി 10 വർഷം കഠിന തടവിനും 1,25,000 രൂപ പിഴയടയ്ക്കാനുമാണ് കോടതി ശിക്ഷിച്ചത്. പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ ചുമതല വഹിക്കുന്ന പാലക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി സഞ്ജുവാണ് ശിക്ഷ വിധിച്ചത്. പിഴസംഖ്യ ഇരയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടു. സബ് ഇൻസ്പെക്ടർ KR ജസ്റ്റിൻ, ഇൻസ്പെക്ടർ P അജിത് കുമാർ എന്നിവരാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 26 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി. മണ്ണാർക്കാട് സ്റ്റേഷനിലെ ഗ്രേഡ് ASI സീന, ചാലിശ്ശേരി സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേശ്വരി എന്നിവർ പ്രോസിക്യൂഷനെ സഹായിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. കരുനാഗപ്പള്ളി ജിം സന്തോഷ് കൊലക്കേസിലെ മുഖ്യപ്രതി അലുവ അതുൽ ഒരിക്കൽ പോലീസിന്റെ കൺമുന്നിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. സംസ്ഥാനത്തെമ്പാടും പോലീസ് വല വിരിച്ച് തെരച്ചിൽ നടത്തുമ്പോൾ ആലുവയിൽ നിന്നും കടന്നു കളഞ്ഞ പ്രതി പിന്നെ പൊങ്ങിയത് തമിഴ്നാട്ടിലാണ്. ഒടുവിൽ തമിഴ്നാട് തിരുവള്ളൂരിൽ വെച്ച് പോലീസിന്റെ വലയിലായി. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ സാഹസികമായാണ് പോലീസ് അതുലിനെ പിടികൂടിയത്. ഇതോടെ സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളും അറസ്റ്റിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആലുവയിൽ നടന്ന വാഹന പരിശോധനയിൽ പോലീസിന്റെ കൺമുന്നിൽ നിന്നാണ് ആലുവ അതുൽ രക്ഷപ്പെട്ടത്. തുടർന്ന് സംസ്ഥാനം വിട്ട പ്രതിയെ തമിഴ്നാട് തിരുവള്ളൂരിൽ നിന്നാണ് പിടികൂടിയത്. മാർച്ച് 27-നാണ് കാറിലെത്തിയ 6 അംഗ സംഘം കരുനാഗപ്പള്ളിയിൽ ജിം സന്തോഷ് എന്ന സന്തോഷിനെ വീട്ടിൽ കയറി അമ്മയുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്നത്. ആ കേസിലെ 1-ാം പ്രതിയാണ് ആലുവ അതുൽ. ഇതോടെ സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിലായതായി പോലീസ് അറിയിച്ചു. കൊട്ടേഷൻ നൽകിയെന്ന് പോലീസ് കണ്ടെത്തിയ പങ്കജ് മേനോനും അടുത്തിടെ പോലീസിന്റെ പിടിയിലായിരുന്നു. കൊലയാളി സംഘത്തിലുണ്ടായിരുന്ന രാജീവ്, ഹരി, സോനു, പ്യാരി, സാമുവൽ എന്നിവർ റിമാൻഡിലാണ്. പ്രതികൾക്ക് സഹായം ചെയ്ത മനു, ചക്കര അതുൽ എന്നിവരും കേസിൽ അറസ്റ്റിലായിരുന്നു. ആലുവയിൽ വെച്ച് കാറിൽ സഞ്ചരിക്കെ ആലുവ അതുൽ പോലീസിന്റെ മുന്നിൽപ്പെട്ടിരുന്നു. ഇയാളുടെ ഒപ്പം ഭാര്യയും കുഞ്ഞും ഉണ്ടായിരുന്നു. ഭാര്യയെയും കുഞ്ഞിനെയും കാറിൽ ഉപേക്ഷിച്ചാണ് അവിടെ നിന്നും പ്രതി രക്ഷപ്പെട്ടത്. അതിനുശേഷം സംസ്ഥാനത്തിനകത്തും പുറത്തും ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണ് തമിഴ്നാട്ടിൽ നിന്ന് പ്രതി അറസ്റ്റിലായത്. സന്തോഷിനെ കൊലപ്പെടുത്തിയതിനു ശേഷം അനീർ എന്ന യുവാവിനെയും പ്രതികൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. അനീറിന്റെ മൊഴിയിലും ആലുവ അതുലിനെതിരെ പരാമർശമുണ്ട്. കുപ്രസിദ്ധ കുറ്റവാളിയായ ഇയാളെ ചോദ്യം ചെയ്യുന്നതോടെ സമാനമായ മറ്റു കേസുകളും തെളിയിക്കാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. പീഡനക്കേസിൽ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമോ എന്ന മാനസിക സംഘർഷം. അതിനിടെ മാപ്പപേക്ഷിക്കുന്ന വീഡിയോ പുറത്തു വന്നതിൻ്റെ മാനഹാനി. ഹൈക്കോടതി അഭിഭാഷകൻ PG മനു ആത്മഹത്യ ചെയ്തത് പീഡനക്കേസിലെ അതിജീവിതയുടെ ഭർത്താവിൻ്റെ പ്രേരണയിലെന്നാണ് ആരോപണം. യുവതിയുടെ വീട്ടിലെത്തി PG മനു മാപ്പ് പറയുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് ഭർത്താവെന്നാണ് കണ്ടെത്തൽ. മനുവിൻ്റെ ആത്മഹത്യയിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിയമസഹായം തേടിയെത്തിയ അതിജീവിതയെ പീഡിപ്പിച്ചെന്ന കേസിലെ പ്രതിയായിരുന്നു PG മനു. ഇയാൾക്ക് കർശന വ്യവസ്ഥകളോടെയാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നത്. ജാമ്യത്തിൽ തുടരുമ്പോഴാണ് ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ച് മറ്റൊരു യുവതിയും രംഗത്തെത്തിയത്. ഇതിന് പിന്നാലെ PG മനുവും സഹോദരിയും ചേർന്ന്
ഈ യുവതിയുടെ കുടുംബത്തോട് മാപ്പ് ചോദിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഈ വീഡിയോയിൽ യുവതിയുടെ ഭർത്താവ് എന്ന് കരുതുന്നയാൾ PG മനുവിനോട് ആത്മഹത്യ ചെയ്യാൻ പലതവണ ആവർത്തിച്ചു പറയുന്നുണ്ട്. അതേസമയം യുവതിക്കെതിരായ അതിക്രമം സംബന്ധിച്ച് പരാതിപ്പെട്ടതായി വിവരങ്ങളില്ല. ഈ വീഡിയോ എന്ന് ചിത്രീകരിച്ചതാണെന്നോ ഈ സംഭവത്തിന്റെ മറ്റ് വിശദാംശങ്ങളോ ലഭ്യമല്ല. ഈ വീഡിയോ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് അഡ്വക്കേറ്റ് PG മനുവിനെ കൊല്ലത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായിരുന്നത് മനുവായിരുന്നു. ഈ കേസിന്റെ ഭാഗമായാണ് അഡ്വക്കേറ്റ് മനു കൊല്ലത്തെത്തി വാടക വീട്ടിൽ താമസം ആരംഭിച്ചത്. ജൂനിയർ അഭിഭാഷകൻ മനുവിനെ ഫോണിൽ വിളിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഇതോടെ അഭിഭാഷകർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് 18 കൊച്ചി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും കലഹങ്ങളും ഇപ്പോൾ അരങ്ങേറുന്നത് പൊതുനിരത്തിലാണ്. വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെങ്കിൽ പിന്നെ തല്ലി തീർക്കുന്നതാണ് രീതി. കൊല്ലം കടയ്ക്കലിൽ വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചാണ് യുവാവിനെ ആക്രമിച്ചത്. ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായ അനന്തനാണ് മർദ്ദനമേറ്റത്. ബൈക്കിലെത്തിയ കടയ്ക്കൽ സ്വദേശി സനലാണ് മർദ്ദിച്ചതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിൽ സനലിനെതിരെ പോലീസ് കേസെടുത്തു. ഉച്ചയ്ക്ക് 12 മണിയോടെ കടയ്ക്കൽ മാർക്കറ്റിന് സമീപമായിരുന്നു സംഭവം. പള്ളിമുക്ക് ഭാഗത്തു നിന്നും കടയ്ക്കലിലേക്ക് കാറിൽ വരികയായിരുന്നു അനന്തൻ. ബൈക്കിലെത്തിയ സനലിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ച് വാക്കേറ്റമുണ്ടാവുകയും സനൽ കാറിന് കുറുകെ ബൈക്ക് നിർത്തി അനന്തനെ പിടിച്ചിറക്കി മർദ്ദിക്കുകയുമായിരുന്നു. മുമ്പ് അപകടത്തിൽ വലതു കൈയിലെ വിരലുകൾ നഷ്ടപ്പെട്ടയാളാണ് അനന്തൻ. അസഭ്യം പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നെന്ന് ഇയാളുടെ പരാതിയിൽ പറയുന്നു. ഈ ബൈക്കുകാരൻ എൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്ന് ക്രോസ് ചെയ്ത് നിർത്തിയിട്ട് എൻ്റെ ഡോറിൻ്റെ അവിടെ വന്നിട്ട് എന്നെ ആദ്യം അടിക്കുകയാണ് ചെയ്തത്. അടിച്ചിട്ട് ചീത്ത വിളിച്ചിട്ട് ഡോറ് തുറന്ന് വെച്ച് എന്നെ ഇറക്കിയിട്ട് സൈഡ് തന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ചീത്ത വിളിയായി ഇതായി. എന്നെ ഇവിടെ കഴുത്തിലും അത് കണക്ക് തന്നെ എൻ്റെ ഇവിടെയൊക്കെ മൊത്തം ഇടിച്ച് എൻ്റെ കൈ ഒന്നാമത് ഓൾറെഡി ഞാൻ വികലാംഗനാണ്. ഈ കൈക്കൊരു സ്വാധീനം ഇല്ലാത്തതാണ്. അപ്പോൾ ഈ കൈയാണ് മാക്സിമം പിടിച്ചത് ഓടിച്ചല്ല ഓൾറെഡി തിരിച്ചു കളഞ്ഞു. എന്നിട്ട് പിന്നെ അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടെ വന്ന് മാറ്റി. അങ്ങനെ ഞാൻ പിന്നെ കടയ്ക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയായിരുന്നു. പിന്നെ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. സംഭവം കണ്ട വഴിയാത്രക്കാരാണ് ഇരുവരെയും പിടിച്ചുമാറ്റിയത്. അനന്തൻ കടയ്ക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. മദ്യപിച്ച് ലക്കുകെട്ട് കഴിഞ്ഞാൽ വെറുതെ വഴക്കും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നവരുണ്ട്. മദ്യലഹരിയിലുള്ള സംഘർഷം അക്രമത്തിലും കൊലപാതകത്തിലും കലാശിക്കുന്നതാണ് പതിവ്. തൃശൂർ വാടാനപ്പള്ളിയിലുണ്ടായ കൊലപാതകത്തിലും വില്ലനായത് മദ്യമാണ്. തൃത്തല്ലൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായ അടൂർ സ്വദേശി അനിൽകുമാറാണ് കൊല്ലപ്പെട്ടത്. കേസിൽ സുഹൃത്ത് കാഞ്ഞിരപ്പള്ളി സ്വദേശി സാജൻ എന്ന ഷാജു ചാക്കോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചൊവ്വാഴ്ച രാത്രി 11:30യോടെയായിരുന്നു സംഭവം. താമസിച്ചിരുന്ന വീടിന്റെ ടെറസിലിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. വാക്കുതർക്കത്തിനിടയിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് അനിൽകുമാറിനെ താഴേക്ക് തള്ളിയിടുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. തുടർന്ന് കല്ലുകൊണ്ട് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. ഷാജു ചാക്കോ തന്നെയാണ് ഇരുവരും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയെ വിവരം അറിയിച്ചത്. ഉടൻ തന്നെ ആംബുലൻസിൽ ഏങ്ങണ്ടിയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അനിൽകുമാർ മരിച്ചിരുന്നു. ഇന്നലെ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11 മണിയോട് കൂടിയിട്ട് സാജൻ ആദ്യം പോലീസിലേക്ക് വിളിച്ചു പറയുകയും പിന്നീട് ചേട്ടനെ വിളിച്ച് പറഞ്ഞു, സുനിൽകുമാറിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ്. അപ്പോൾ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചേട്ടൻ ഉടനെ പോലീസിലേക്ക് അറിയിച്ചു. ഇങ്ങനെ നമ്മുടെ തൊഴിലാളികൾ താമസിക്കുന്നിടത്തു നിന്ന് ഇങ്ങനെ ഒരു കോൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി പോലീസുകാർ ഇവിടെ എത്തുകയും ഇതിന് ശേഷം ചേട്ടൻ എത്തുകയും ചെയ്തു. ചേട്ടൻ ഇവിടെ താമസിക്കുന്നതുകൊണ്ട് കുറച്ച് ദൂരമാണ്. ചേട്ടൻ ഇവിടേക്ക് എത്തി കാര്യങ്ങൾ നോക്കുമ്പോൾ താഴെയാണ് ഈ അനികെടുക്കുന്നത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ഷാജു ചാക്കോയെ വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തൃത്തല്ലൂർ മോള് ബസാറിലെ ഗോഡൌൺ ഡ്രൈവർമാരാണ് ഇരുവരും.
സ്ഥാപനത്തിന്റെ പിന്നിലുള്ള വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. 40-കാരനായ അനിൽകുമാർ പത്തനംതിട്ട അടൂർ സ്വദേശിയാണ്. ന്യൂസ് 18 തൃശൂർ. അധ്യാപകരുടെ PF അക്കൗണ്ട് ഹാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മാറ്റാൻ ശ്രമിച്ച കേസ്. നിരവധി തട്ടിപ്പ് കേസുകൾ വേറെയും. മലപ്പുറം കാടാമ്പുഴയിലെ ഒരു അധ്യാപകൻ്റെ തട്ടിപ്പ് രീതികളെക്കുറിച്ച് അറിഞ്ഞാൽ ആരുമൊന്ന് അമ്പരക്ക്. കാടാമ്പുഴ AUP സ്കൂളിലെ അധ്യാപകൻ സെയ്തലവി കേസിൽ പിടിയിലായതിന് പിന്നാലെ പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാനും ശ്രമിച്ചതാണ്. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും അധികം വൈകാതെ വീണ്ടും അയാൾ പിടിയിലായി. നേരത്തെയും സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായ സെയ്തലവി ക്രമക്കേട് പിടിക്കപ്പെടുമെന്നായപ്പോഴാണ് പണം ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചത്. സഹപ്രവർത്തകരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മാറ്റാൻ ശ്രമിച്ചെന്നാണ് കേസ്. കാടാമ്പുഴ AUP സ്കൂളിലെ കമ്പ്യൂട്ടർ അധ്യാപകനാണ് പ്രതി സെയ്തലവി. പ്രധാനാധ്യാപികയുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് സെയ്തലവി പണം മാറ്റാൻ ശ്രമിച്ചത്. ചില അധ്യാപകരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തുവന്നത്. തുടർന്ന് അധ്യാപകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സെയ്തലവിയാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തി. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഇയാൾ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് നടത്തിയ തെരച്ചിലിൽ അധികം വൈകാതെ തന്നെ സെയ്തലവി പിടിയിലായി. സെയ്തലവിക്കെതിരെ സമാനമായ 8 കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. സെയ്തലവി ഒറ്റയ്ക്കാണോ കൃത്യം ചെയ്തതെന്നും മറ്റാരെങ്കിലും ഇതിൽ പങ്കാളികളാണോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. ക്രമക്കേട് പിടിക്കപ്പെടുമെന്നായപ്പോഴാണ് പണം ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചതെന്നാണ് സൂചന. സംഭവത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തിരൂർ. പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ജീവനക്കാർക്ക് ശമ്പളത്തിന് പുറമെ ജോലി മെച്ചപ്പെടുത്താൻ ഇൻസെൻറ്റീവും പാരിതോഷിക തുകയുമൊക്കെ നൽകാറുണ്ട്. അതവരുടെ കഠിനാധ്വാനത്തിനുള്ള പ്രതിഫലമാണ്. ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതിലൂടെ പണം കൊള്ളയടിക്കുന്ന മേലുദ്യോഗസ്ഥരെ അങ്ങനെ വെറുതെ വിടാൻ കഴിയുമോ? മുത്തൂറ്റ് ജീവനക്കാരുടെ ഇൻഷുറൻസ് ആനുകൂല്യവും ഇൻസെൻറ്റീവും തട്ടിയെടുത്തത് 2 മേലുദ്യോഗസ്ഥരാണ്. മുൻ CGM രഞ്ജിത്ത് രാമചന്ദ്രൻ, മുൻ CEO തോമസ് P. രാജൻ എന്നിവർ ചേർന്ന് 12 കോടി രൂപയാണ് തട്ടിയെടുത്തത്. കേസിൽ 2 പേരെയും എറണാകുളം സൗത്ത് പോലീസ് ചോദ്യം ചെയ്തു. കോടതി നിർദ്ദേശപ്രകാരമാണ് ഇരുവരും സ്റ്റേഷനിൽ ഹാജരായത്. രണ്ടായിരത്തി 23-24 കാലയളവിൽ ജീവനക്കാരുടെ ഇൻസെന്റീവ് ഉൾപ്പെടെ തിരിമറി നടത്തി പ്രതികൾ ചേർന്ന് 12 കോടി രൂപ തട്ടിയെടുത്തെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബിസിനസ് വർദ്ധിപ്പിക്കാൻ വിവിധ ഇൻഷുറൻസ് കമ്പനികൾ മുത്തൂറ്റ് ജീവനക്കാർക്ക് വിതരണം ചെയ്യാൻ നൽകിയിരുന്ന പാരിതോഷിക തുക, സമ്മാന കൂപ്പൺ, വിദേശ യാത്രാ സൗകര്യങ്ങൾ തുടങ്ങിയവയാണ് ഇരുവരും സ്വന്തം പേരിലാക്കിയത്. കൂടാതെ മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ് മുൻ ചീഫ് ജനറൽ മാനേജർ രഞ്ജിത്ത് രാമചന്ദ്രനും ആൻഡ് ബ്രോക്കേഴ്സ് ലിമിറ്റഡ് CEO തോമസ് P. രാജനും ചേർന്ന് മറ്റ് തിരിമറികൾ നടത്തിയെന്നും കണ്ടെത്തലുണ്ട്. പോലീസ് കേസെടുത്ത ഉടൻ ഇരുവരും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയായിരുന്നു. ഇൻസെന്റീവ് ഉൾപ്പെടെ തിരിമറി നടത്തി കോടികൾ തട്ടിയെടുത്ത പ്രതികൾ പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന് എറണാകുളം ACJM കോടതി ഇടക്കാല ഉത്തരവിട്ടിരുന്നു. ഇതോടെ പ്രതികളായ രഞ്ജിത്ത് രാമചന്ദ്രനും തോമസ് P. രാജനും സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു. 2 ദിവസവും രാവിലെ 10 മുതലായിരുന്നു ഇരുവരുടെയും ചോദ്യം ചെയ്യൽ. ഈ മാസം 22-ന് റിപ്പോർട്ട് നൽകാനും അതുവരെയും അറസ്റ്റ് ചെയ്യരുതെന്നും പോലീസിന് കോടതിയുടെ നിർദ്ദേശമുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച് ഇരുവരുടെയും ജാമ്യാപേക്ഷ എറണാകുളം ACJM കോടതി വീണ്ടും പരിഗണിക്കും. പ്രതികളുടെ ജാമ്യാപേക്ഷ 6ാം തവണ മാറ്റിവെച്ച ശേഷമാണ് ഇരുവരോടും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ഉത്തരവിട്ടിരുന്നത്.
ന്യൂസ് 18 കൊച്ചി. കൊല്ലം പുനലൂരിലും പരിസര പ്രദേശങ്ങളിലും നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന നിരവധി കള്ളന്മാരുണ്ട്. ഇവിടെ കവർച്ചയും കൊള്ളയും തുടർക്കഥയായതോടെ മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസ് രംഗത്തിറങ്ങി. അങ്ങനെ നിരവധി മോഷണ കേസുകളിലെ പ്രതിയെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി സ്വദേശി ഷാജൻ ചാക്കോയാണ് പോലീസിൻ്റെ പിടിയിലായത്. തിരക്കേറിയ സ്ഥലങ്ങളിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ കുത്തി തുറന്ന് മോഷണം നടത്തുന്നതാണ് ഇയാളുടെ രീതി. കഴിഞ്ഞ 7-ാം തീയതി പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പാർക്കിംഗ് ഏരിയയിൽ നടന്ന മോഷണക്കേസിന്റെ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പത്തനംതിട്ട മരുതിമൂട് അശോക ഭവനിൽ അശോക് കുമാറിന്റെ ഓട്ടോറിക്ഷയിൽ നിന്നാണ് പ്രതി പത്തനംതിട്ട തോട്ടപ്പുഴശ്ശേരി സ്വദേശി ഷാജൻ ചാക്കോ പണം കവർന്നത്. ആശുപത്രിയിൽ കീമോതെറാപ്പിക്കെത്തിയ അശോക് കുമാറിന്റെ ഓട്ടോറിക്ഷയുടെ ഡാഷ്ബോർഡിൽ സൂക്ഷിച്ചിരുന്ന 8600 രൂപയാണ് നഷ്ടമായത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പത്തനംതിട്ടയിൽ നിന്നാണ് പ്രതിയെ പിടിച്ചത്. ഒരു സ്കൂട്ടറിൽ നിന്നും പ്രതി ഷാജൻ പണം കവർന്നതായി പരാതിയുണ്ട്. തിരക്കേറിയ സ്ഥലങ്ങളിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ കുത്തിത്തുറന്ന മോഷണം നടത്തുന്ന രീതിയാണ് ഇയാളുടേത്. മുമ്പ് സമാന മോഷണ കേസുകളിൽ ഷാജൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. വളർത്തുനായയോട് ഉടമസ്ഥൻ കാട്ടിയ കൊടും ക്രൂരത കഴിഞ്ഞ ദിവസം പോലീസ് പട്രോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തൊടുപുഴയിൽ ഉടമ വെട്ടിപ്പരിക്കേൽപ്പിച്ച വളർത്തുനായ ചത്തെന്ന വാർത്തയാണ് ഒടുവിൽ പുറത്തു വന്നത്. നായയുടെ ശരീരത്തിലുണ്ടായിരുന്നത് 10ഓളം മുറിവുകൾ. ആക്രമണത്തിന് പിന്നാലെ അനിമൽ റെസ്ക്യൂ ടീമിൻ്റെ സംരക്ഷണയിലായിരുന്നു നായ. സംഭവത്തിൽ ഉടമ ഷൈജു തോമസിനെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തിരുന്നു. ദേഹമാസകലം മുറിവേറ്റ നിലയിൽ തൊടുപുഴ മുതലക്കോടത്ത് നിന്നായിരുന്നു നായയെ അനിമൽ റെസ്ക്യൂ ടീമിന് ലഭിക്കുന്നത്. വഴിയാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ടീം അംഗങ്ങളായ കീർത്തിദാസ്, മഞ്ജു എന്നിവർ സ്ഥലത്തെത്തി നായയെ ആശുപത്രിയിലെത്തിച്ച് ആവശ്യമായ ചികിത്സ നൽകിയ ശേഷമാണ് അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയത്. നായയുടെ ശരീരത്തിൽ 10ഓളം മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ശരീരത്തിൽ നിന്ന് ധാരാളം രക്തം നഷ്ടമായതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് നായയെ സംരക്ഷിച്ചിരുന്നവർ പറഞ്ഞു. പരമാവധി ശ്രമിച്ചു. ഇവിടെ വെച്ചിട്ട് ഓക്സിജൻ കൊടുത്തു, CPR കൊടുത്തു, എന്നിട്ടൊന്നും രക്ഷപ്പെട്ടില്ല. ബ്ലഡ് തീരെയില്ല. ബ്ലഡ് വല്ലാതെ പോയിട്ടുണ്ട്. ഒത്തിരി മണിക്കൂറുകളോളം അവൻ ബ്ലഡില്ലാതെ ഈ വെയിലൊക്കെ അവിടെ കിടന്നിട്ടുണ്ട് റോഡരികിൽ. അപ്പോൾ അതിൻ്റെ പ്രശ്നം തന്നെയാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് നിലയിൽ കിടന്ന കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് നൽകി ഇവിടെ സാറ് ഞങ്ങൾക്ക് രക്ഷിച്ച് തന്നിട്ടുള്ള കുഞ്ഞിനെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ്. കാരണം വെച്ചാൽ രക്ഷപ്പെടില്ലാന്ന് ഒത്തിരി ആൾക്കാർ പറഞ്ഞ കുഞ്ഞുങ്ങളെ പോലും നമുക്ക് രക്ഷിച്ചെടുക്കാം. സാറും പറഞ്ഞു നമുക്ക് നോക്കാം, നമുക്ക് രക്ഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ നമുക്ക് പോയി. സംഭവത്തിൽ ഉടമ ഷൈജു തോമസിനെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തിരുന്നു. തന്റെ ആജ്ഞ അനുസരിച്ചില്ലെന്ന കാരണത്താലാണ് നായയെ ഉടമ വെട്ടിപ്പരിക്കേൽപ്പിച്ച് തെരുവിൽ ഉപേക്ഷിച്ചത്. മദ്യലഹരിയിലായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. തൊട്ടടുത്തുള്ള വീടുകളിൽ വരെയും പോലീസ് അന്വേഷിച്ചെത്തുന്നു. നാട്ടുകാരിൽ അനാവശ്യമായി ഭീതി പരത്തുന്നു. ജാമ്യ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നാട്ടിൽ കഴിയുന്ന മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെ എന്തിനാണ് പോലീസ് വേട്ടയാടുന്നത്? സംഭവത്തിന് പിന്നാലെ സിദ്ദിഖ് കാപ്പൻ്റെ കുടുംബം DGPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. പോലീസ് നടപടിയിൽ അന്വേഷണം വേണമെന്നും കുടുംബത്തിൻ്റെ ആശങ്ക അകറ്റണമെന്നും ആവശ്യപ്പെട്ട് സിദ്ദിഖിൻ്റെ ഭാര്യയാണ് പരാതി നൽകിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് പരിശോധനയ്ക്കായി വീട്ടിൽ പോലീസ് എത്തുമെന്ന് സിദ്ദിഖ് കാപ്പനോട് വേങ്ങരയിലെ പോലീസുകാർ പറഞ്ഞത്. പുലർച്ചെ 2 മണിവരെ കാത്തിരുന്നെങ്കിലും പക്ഷേ പോലീസ് എത്തിയില്ല. തന്നെ ഒരു സ്ഥിരം കുറ്റവാളിയെ പോലെ കണ്ട് പോലീസ് പെരുമാറുകയാണെന്നും പോലീസിന്റെ നടപടി ദുരൂഹമാണെന്നും സിദ്ദിഖ് കാപ്പൻ ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും കുടുംബത്തിന്റെ ആശങ്ക അകറ്റണമെന്നും റെയ്ഹാനത്ത് കാപ്പൻ പറഞ്ഞു. ഈ രാത്രിയൊക്കെ ആവുമ്പോൾ ഞാൻ 2.5 വർഷം ഞാൻ അനുഭവിച്ചത് കൊണ്ട് തന്നെ ഈ രാത്രി 12 മണിൻ്റെ ശേഷം വരും എന്നൊക്കെ പറയുമ്പോൾ
സ്വാഭാവികമായിട്ടും എനിക്ക് സംശയം വരും. എന്താ വെച്ചാൽ ഒരു നിരപരാധിയായിട്ടുള്ള ഒരു മനുഷ്യനെ അത്ര സിമ്പിളായിട്ട് ഒരുപാട് കേസിൽ ചാർജ് ചെയ്ത ഒരു കേസാണ് അത്. അപ്പോൾ അതേപോലെ ഇനിയും അവർക്ക് വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഇനിയും കേസുകൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാനുള്ളതാണ് എന്നൊക്കെ ഒരു തോന്നൽ വന്നു. പിന്നെ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ, എല്ലാവരും അന്ന് പേടിച്ചിട്ട് ഉറങ്ങിയിട്ടില്ല, കുട്ടികളൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല. ഇനി എന്താണെന്നുള്ളതാണ്, അവരൊക്കെ ഒരു ഡ്രാമ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിലൊരു ക്ലാരിറ്റി കിട്ടണം, എന്ത് സംഭവിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഇനി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പിനും വേണ്ടിയിട്ടാണ് ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. അതേസമയം ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും സാധാരണ ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് പരിശോധന നടത്താൻ തീരുമാനിച്ചതെന്നാണ് പോലീസിന്റെ വിശദീകരണം. സിദ്ദിഖാപ്പൻ കേസിൽ ഉൾപ്പെട്ട ജാമ്യത്തിലുള്ള വ്യക്തിയാണ്. ഇത്തരം കേസുകളിൽ ഉൾപ്പെടുന്നവരുടെ പട്ടിക പോലീസിന്റെ പക്കലുണ്ട്. അതുപ്രകാരം നടത്തുന്ന പരിശോധനകളുടെ ഭാഗമായിരുന്നു അന്വേഷണമെന്നും പോലീസ് വിശദീകരിച്ചിരുന്നു. ഹത്രാസ് സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോയതിന്റെ പേരിൽ UP പോലീസ് കേസെടുത്ത മാധ്യമപ്രവർത്തകനാണ് സിദ്ദിഖാപ്പൻ. ന്യൂസ് 18 മലപ്പുറം. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും നോട്ടീസ് അയച്ച് ഹൈക്കോടതി. പൊതുതാൽപര്യ ഹർജിയിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഴുവൻ എതിർകക്ഷികൾക്കും നോട്ടീസ് നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളവരുടെ പേര് വിവരങ്ങൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ കേന്ദ്ര സർക്കാരിനും നിർദ്ദേശമുണ്ട്. അതിനിടെ SFIO കുറ്റപത്രത്തിൽ പ്രതികൾക്ക് സമൻസ് അയക്കുന്ന നടപടി 2 മാസത്തേക്ക് കോടതി തടഞ്ഞു. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് വടക്കൻ പറവൂർ സ്വദേശി MR അജയൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നോട്ടീസ്. മുഖ്യമന്ത്രിക്കും മകൾക്കും ഉൾപ്പെടെ എല്ലാ എതിർകക്ഷികൾക്കും കോടതി നോട്ടീസ് അയച്ചു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിലെ രേഖകൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കാൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് നിർദ്ദേശവും നൽകി. ഹർജി വേനലവധിക്ക് ശേഷം മെയ് 27-ന് വീണ്ടും പരിഗണിക്കും. SFIO റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടി നിർത്തിവെക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. CMRLന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി കേസ് പുതിയ ഡിവിഷൻ ബെഞ്ചിലേക്ക് അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ വിശദമായ വാദം കേൾക്കാൻ സമയം തേടിയതോടെയാണ് 2 മാസത്തേക്ക് നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്. കേസിൽ പ്രതിസ്ഥാനത്തുള്ള വീണയടക്കമുള്ളവർക്ക് ഹൈക്കോടതി നടപടി ആശ്വാസകരമാണ്. CMRL സമർപ്പിച്ച ഹർജിയിൽ SFIO കുറ്റപത്രം പോലീസ് റിപ്പോർട്ടല്ലെന്നും SFIO റിപ്പോർട്ടിനെ പരാതിയായി കണക്കാക്കാമെന്നുമാണ് CMRL ആവശ്യപ്പെട്ടത്. വേനലവധിക്ക് ശേഷം കോടതി ചേരുമ്പോഴായിരിക്കും ഇനി ഹർജി പരിഗണിക്കുക. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം കവടിയാറിലെ വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്തുൾപ്പെടെ ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നതാണ്. എന്നാൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ് സർക്കാർ. കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകരിച്ചു. അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്നായിരുന്നു വിജിലൻസ് ഡയറക്ടറുടെ കണ്ടെത്തൽ. അതേസമയം സർക്കാർ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലായിരുന്നു വിജിലൻസ് അന്വേഷണം. കവടിയാറിലെ വീട് നിർമ്മാണം, ഫ്ളാറ്റ് വാങ്ങൽ, സ്വർണ്ണക്കടത്ത് എന്നിവയിൽ അജിത് കുമാർ അഴിമതി നടത്തിയിട്ടില്ലെന്നായിരുന്നു വിജിലൻസ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് കൈമാറിയതിന് പിന്നാലെയാണ് MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ ഫയലിൽ മുഖ്യമന്ത്രി ഒപ്പുവെച്ചത്. അതേസമയം അജിത് കുമാറിനെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടുള്ള സർക്കാർ നിലപാടിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തി. ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം ചെയ്യുകയായിരുന്നു. വിജിലൻസ് ഇദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു. ഇദ്ദേഹം കുറ്റക്കാരനാണെന്നതിന്റെ നിരവധി തെളിവുകൾ ഇത് കേസിലുണ്ട്. അതുകൊണ്ട് CBI അന്വേഷിക്കണം എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കുറ്റം ചെയ്തു എന്ന് ഉറപ്പായി കോടതി കരുതുന്ന ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിജിലൻസിൽ കൂടി ശ്രമിച്ചു. മുഖ്യമന്ത്രിയുടെ വിജിലൻസ് അന്വേഷിച്ച് അജിത് കുമാറിനെ കുറ്റവിമുക്തരാക്കി. പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടവർ ഏത് കോടതി കുറ്റക്കാരനാണെന്ന് പറഞ്ഞാലും അവരെ എന്ത് വില കൊടുത്ത് അധികം സംരക്ഷിക്കും.
നേരെ മറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവർ തെറ്റ് ചെയ്തില്ലെങ്കിലും അവരെ തെറ്റുകാരാക്കും. അജിത് കുമാറിന്റെ കേസിലാണെങ്കിലും KM എബ്രഹാമിന്റെ കേസിലാണെങ്കിലും വേണ്ടപ്പെട്ടവരെ എന്ത് വൃത്തികെട്ട മാർഗം സ്വീകരിച്ചും പിന്തുണയ്ക്കുക എന്നുള്ള സമീപനമാണ് മുഖ്യമന്ത്രി. ഇപ്പോഴും പോലീസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അജിത് കുമാറാണ്, അതിലൊരു തർക്കവുമില്ല. ഇത്രയും അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന ഒരു വ്യക്തിയെ കേരളത്തിലെ DGP ആക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിട്ട് ആ ശുപാർശന്റെ റിപ്ലൈക്ക് കാത്തിരിക്കുകയാണ്. അതേസമയം P. വിജയനെതിരായ വ്യാജമൊഴി ആരോപണത്തിൽ അജിത് കുമാറിനെതിരെ ക്രിമിനൽ കേസെടുക്കാമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയിൽ ആഭ്യന്തര വകുപ്പ് ഇപ്പോഴും മൗനം തുടരുകയാണ്. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി വരുന്ന മെയ് 30 വിരമിക്കാനിരിക്കെ DGP സ്ഥാനത്തേക്കുള്ള UPSC ബോർഡിന്റെ ചുരുക്കപ്പട്ടികയിൽ MR അജിത് കുമാറിന്റെ പേര് ഉൾപ്പെട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് വിജിലൻസിന് പുറമെ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള സർക്കാർ നടപടി. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തനിക്കെതിരായ ഗൂഢാലോചനയിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. കൊട്ടാരക്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് റാണ റാവുത്തർ കശ്മീർ പ്രിൻസസ് എന്ന മെയിൽ ഐഡിയിൽ നിന്ന്. കൊല്ലം പൂരത്തിലെ കുടമാറ്റത്തിൽ RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയ സംഭവത്തിൽ കേസെടുത്ത് ഈസ്റ്റ് പോലീസ്. തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമപ്രകാരമാണ് കേസെടുത്തത്. ഇടുക്കി കുമളിയിൽ വന്യമൃഗത്തെ വേട്ടയാടുന്നതിനിടെ 4 സംഘം വനം വകുപ്പിന്റെ പിടിയിലായത് കട്ടപ്പന കടമാക്കുഴി സ്വദേശികളായ പുതുപ്പറമ്പിൽ ലിജോ, വെട്ടിക്കൽ ഉണ്ണി, വള്ളക്കടവ് മറ്റത്തിൽ ജോസഫ്, മാട്ടുക്കട കുടുംബൻകാവിൽ സണ്ണി എന്നിവർ. ഇതര മതത്തിലുള്ളയാളെ വിവാഹം ചെയ്ത യുവതിയെ വിശാഖപട്ടണത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ സ്വദേശിനിയായ യാസ്മിൻ ബാനുവിന്റെ മരണം ദുരഭിമാന കൊലയാണെന്ന സംശയത്തിലാണ് പോലീസ്. ഹരിയാനയിൽ യുവാവിനെ കൊന്ന് ഓടയിൽ തള്ളിയ കേസിൽ ഭാര്യയും ആൺസുഹൃത്തും പിടിയിൽ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ രവീണ, ആൺസുഹൃത്ത് സുരേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രവീൺ എന്ന യുവാവ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മാസം. ഒരു കുഞ്ഞിന് വേണ്ടി ക്ഷേത്രങ്ങളും പള്ളികളും കയറിയിറങ്ങി നേർച്ചകൾ നേരുന്ന ഒട്ടേറെ ദമ്പതികളുണ്ട് നമ്മുടെ നാട്ടിൽ. കുഞ്ഞിനെ പാലൂട്ടി വളർത്താൻ കൊതിക്കുന്ന നിരവധി യുവതികളുണ്ട് ഇവിടെ. ഇങ്ങനെയുള്ള കാലത്ത് നൊന്തു പ്രസവിച്ച മക്കളെ ട്രെയിനിന് മുന്നിലും പുഴയിലും തീയിലും വലിച്ചെറിയാൻ എങ്ങനെയാണ് അമ്മമാർക്ക് കഴിയുന്നത്? ഏറ്റുമാനൂരിലും കരുനാഗപ്പള്ളിയിലുമൊക്കെ സംഭവിച്ചത് കൂട്ടാത്മഹത്യയല്ല, മക്കളെ കൊലപ്പെടുത്തിയ ശേഷമുള്ള അമ്മമാരുടെ ആത്മഹത്യയാണ്. ഇങ്ങനെ കളിച്ചും ചിരിച്ചും ജീവിച്ച് കൊതുതീരാത്ത കുഞ്ഞുങ്ങളെ മരണത്തിലേക്ക് വലിച്ചെറിയാൻ ആ അമ്മമാരുടെ മനസ്സ് അത്രയ്ക്കും മരവിച്ചു പോയത്. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കുഞ്ഞുങ്ങൾ എന്താണ് പിഴിച്ചത്? ഇനി നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്. നമ്മുടെ കുടുംബങ്ങളിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഇതോടെ ഇന്നത്തെ പോലീസ് റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.